ഹലോ. പതിവില്ലാതെ രാവിലെ 3 മണിക്കൊക്കെ എണീറ്റ് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, എൻ്റെ ടൂറാണ് ഇന്നത്തെ ദിവസം. കൊച്ചിയിലാണ് പോകുന്നത്. അപ്പം മിസ്സുമാർ പറഞ്ഞിട്ടുണ്ട് 4:30 അവിടെ എത്തണമെന്ന്. അപ്പം ഞാൻ 3 മണിക്ക് എണീറ്റു അങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. അവിടെ പോയിട്ടുള്ള വ്ളോഗ് പ്ലേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നൈലോണിൻ്റെ തുണിയാണ് കേട്ടോ. നൈലോണിൻ്റെ തുണിയാണ്. പിന്നെ പാൻറ്റ് നൈലോണിൻ്റെ തന്നെ ബ്ലാക്കാണ് കേട്ടോ. എവിടെയും പോകാൻ എണീക്കുന്ന താമസിക്കുന്ന ഞാനാണെങ്കിൽ ഭയങ്കര നേരത്തെ എണീറ്റ്. അപ്പോൾ നമുക്കിനി ഒരുങ്ങാവേ. 3:40 നമുക്ക് ഇവിടുന്ന് 4 മണിക്ക് ഇറങ്ങണം. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിനെയും പിക്കാനുണ്ട്. അപ്പോൾ അവളെ പിക്ക് ചെയ്തിട്ട് നമുക്ക് പോകണം. 4:30 അവിടെ എത്തണം. അതുകൊണ്ട് നമ്മളിവിടുന്ന് 4 മണിക്ക് ഇറങ്ങണേ. അപ്പോൾ ഇപ്പോൾ 3:40 നമുക്ക് ഒരുങ്ങാം. പിന്നെ ഞാൻ ആദ്യം തന്നെ ഐലൈനർ വരയ്ക്കാനായിട്ടിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഐലൈനർ വരയ്ക്കണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കാര്യം അഥവാ ഐലൈനർ പടർന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാനായിട്ടൊരു കണ്ണാടി പോലുമില്ല. പിന്നെ ഞാനൊരു ഡിസിഷൻ എടുത്തു, ഐലൈനർ വരച്ചിട്ട് പോവാമെന്ന് കേട്ടോ. സത്യം പറയാലോ, ഞാൻ ഭയങ്കര ടെൻഷനിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ കൊച്ചിയിലേ പോയിട്ടുള്ളൂ കേട്ടോ. അതും അമ്മ പറഞ്ഞിട്ടാണ് അറിയുന്നത്. കൊച്ചിയിലേയും ഞാൻ വണ്ടർലയിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന്. എനിക്ക് ഓർമ്മ കൂടിയിട്ടില്ല. വലുതായിട്ട് ഞാൻ ഇപ്പോഴാണ് ആദ്യത്തെ തവണ. ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടായിരിക്കും പോകുന്നതെന്ന്. പിന്നെ അമ്മ പറഞ്ഞപ്പോഴാണ് നിന്നെ കൊച്ചിലേ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളതെന്ന് അറിഞ്ഞത് കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ചു, മുടിയൊക്കെ കെട്ടി. മുടി ഞാൻ സാധാ രീതിയിൽ ക്ലിപ്പിട്ട് വെച്ചത് കേട്ടോ. കാര്യം പോണീറ്റയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തലവേദന എടുക്കും. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ക്ലിപ്പിട്ട് വെച്ചതേ ഉള്ളൂ. അപ്പം ഒരുങ്ങിയൊക്കെ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ കൊണ്ട് ബാഗിലിട്ടിട്ട് വരാം. ഞാൻ ഇന്നലെ തന്നെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ പെട്ടെന്ന് ഒതുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്നലെ മെസ്സേജ് നോക്കി തന്നെ എല്ലാം അതേ കണക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം എടുത്താൽ മതി. യൂണിഫോമും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. 4:50 കേട്ടോ. 2 ചേട്ടന്മാരും കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഓടിച്ചെന്ന് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ഐറ്റംസും കൂടി ഇനി എടുക്കാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൂട്ടിയും വെള്ളമായിരുന്നു. സ്നാക്സൊക്കെ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതും വെച്ചിട്ട് ഇറങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരെ വിളിച്ച് നോക്കട്ടെ, അവൾ ഒരുങ്ങി വന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ. രാത്രി എന്നുള്ളൊരു ഫീലായിരുന്നു. ഒന്നാമത് ലൈറ്റും കൂടി ഇല്ലായിരുന്നു, കറണ്ട് പോയതായിരുന്നു സംഭവം. ഞങ്ങൾ വിചാരിച്ചു ആരും ലൈറ്റ് ഇടായിരുന്നായിരുന്നെന്ന്. പിന്നെ ഞങ്ങൾ എൻ്റെ കൂട്ടുകാരെയും പിക്ക് ചെയ്ത് നേരെ ഞങ്ങളുടെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയ വ്ളോഗ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബസ് പോകുന്ന ഇത് മാത്രം അമ്മയുടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മുടെ കയ്യിൽ ഫോണില്ലല്ലോ അവിടെ പോയിട്ട് എന്താണെന്നുള്ളത് എടുക്കാനൊക്കെ. അപ്പോൾ ഞങ്ങൾ വണ്ടർലയിൽ പോയി എൻജോയ് ചെയ്തിട്ട് വരാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.